സന്താനത്തിന്റെ ഡി നെക്സ്റ്റ് ലെവൽ അങ്ങനെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. C5 സ്ട്രീം ചെയ്യുന്നത്. എന്തോന്നടേ ഇത് DD2, DD റിട്ടേൺസ്, DD നെക്സ്റ്റ് ലെവൽ, അടുത്തെന്താ DD അസംബിളാ അല്ലെങ്കിൽ DD എൻഡ് ഗെയിമാ. വല്ലവന്റെ കാശും നാട്ടുകാർ ഉയരല്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സോ ഈ സിനിമ DD നെക്സ്റ്റ് ലെവൽ അല്ല, DD തറ ലെവൽ നിടണം. അജാതി ഒരു വൃത്തികെട്ട പടമാണ്. ഹൊറർ കോം പറഞ്ഞിട്ട് എന്ത് അപരാധം എടുത്തു വെക്കുക എന്നുള്ളൊരു ട്രെൻഡിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ തീട്ട കേസും അതേപോലെ തന്നെ വളി വിടുന്നതാണ് ഇതിൽ കോമഡി ആയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ ഫുൾ അതാണ്. ഒരാൾക്ക് ഏത് നേരം തൂറാൻ പോകണം, അത് കോമഡി. കുറെ നേരം വളി വിടുന്നു, അത് കോമഡി. സോ തറ ലെവൽ നല്ലത് വേറെ ഒന്നും പറയാനില്ല. ഈ സിനിമയിൽ എല്ലാവരും തമ്മിൽ മത്സരമാണ്, ആരാണ് ഏറ്റവും ബെസ്റ്റ് കോമാളിയായിട്ട് അഭിനയിക്കുക എന്നുള്ളത്. അതിൽ ആദ്യത്തെ കോമാളി സന്താനമാണ്. ഈ മറ്റേ താറാവ് പൊന്മുട്ട ഇടും പറഞ്ഞിട്ട് അതിന്റെ മൂട്ടിക്കൊണ്ടേ കൈ ഇട്ടിട്ട് അത് എടുക്കാൻ നോക്കിയാൽ അത് ചത്തുവും. അത് മനസ്സിലാക്കണം. കുറെ DD ഹിറ്റായി പറഞ്ഞിട്ട് ഈ DD വെച്ചിട്ട് തന്നെ ജീവിക്കാന്ന് വിചാരിക്കരുത്. ആളുടെ പേര് എന്താണ്, കിസ 43 അങ്ങനെ എന്തോ, കൃഷ്ണൻ എന്നാണ് പേര്. അതിന് ട്രെൻഡ് ആക്കിയതാണ്. ആൾ അതിലേറെ വലിയൊരു കോമാളി. ബ്രോ എന്നുള്ള വാക്കിനോട് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നി ഈ സിനിമ കണ്ടപ്പോഴാണ്. എന്നാ ഒരു വെറുപ്പിക്കലായിരുന്നു അറിയാം. ആൾക്ക് വേറൊരു കാമുകി വേറെ, അത് അതിലേറെ വെറുപ്പിക്കല്. അത് കുറച്ച് കഴിഞ്ഞാൽ പ്രേതമായി മാറുന്നുണ്ട്. എന്നിട്ട് ഈ പഴംപൊരിയിൽ മൈദമാവ് അല്ല, പഴം മൈദമാവിൽ മുക്കണ പോലെ മേത്ത് കുറെ മൈദമാവും പൂശിയിട്ട് പ്രേതമായിട്ട് വരുന്നുണ്ട്. പഴംപൊരി ആവാൻ പോവാണോ എന്ന് അറിയില്ല. പിന്നെ അടുത്തത് അമ്മ കസ്തൂരി, അത് അതിലേറെ വെറുപ്പിക്കില്ല. അതായത് തെലുങ്കൊക്കെ മിക്സ് ചെയ്തിട്ട്. ഈ സിനിമയിൽ ഏറ്റവും വലിയ കോമാളി തോന്നുന്നത് ഗൗതം മേനോനാണ്. എന്റെ പൊന്നണ്ണ, നിങ്ങൾക്ക് ധ്രുവ നക്ഷത്രം ഇറക്കാൻ കാശ് വേണം, നമുക്കറിയാം. ഇതിലും ഭേദം ഒരു ഫണ്ട് റൈസർ ക്യാമ്പയിൻ തുടങ്ങുന്നതാണ്, എല്ലാവരും പപ്പത്ത് വെച്ച് ഇടുക. അജാതി ഒരു കോമാളിയായിട്ടാണ് അങ്ങേരെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങേരെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വേറെ. പിന്നെ നമ്മുടെ മൊട്ട രാജേന്ദ്രൻ ഉണ്ട്, അത് അതിലേറെ വലിയൊരു കോമാളി. ഇതിൽ നമ്മുടെ സെൽവരാഘവൻ ഉണ്ട്. സെൽവരാഘവൻ പ്രേതമാണ്. കണ്ണില് 2 കൊഴുക്കട്ടിയും തിരികി, മുഖത്ത് കുറച്ച് ബർജറിന്റെ പെയിന്റും അടിച്ചിട്ട് പ്രേതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പേരുണ്ട്. ഇതിൽ നമ്മുടെ നായകൻ സന്താനം ഒരു സിനിമ റിവ്യൂവറാണ്. സിനിമ റിവ്യൂവറെ സിനിമയുടെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യും. എന്നിട്ട് അത് രക്ഷപ്പെടാൻ ഇന്നെ മിഷൻ പാസ്സാവണം എന്നൊക്കെ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ കൊന്നു കളയും പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയാണ്. ഇതില് ഒരു ഡയറി ഉണ്ട്. ഒരു ഐലൻഡിൽ പോകുമ്പോൾ ആ ഡയറി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും. 2 പേര് ഇങ്ങനെ നിൽക്കണ്ട. ഇവൻ ഇവിടെ കയ്യിൽ കൊണ്ടുവന്ന് ഡയറി കൊടുക്കാൻ വയ്യ. അവൻ അവിടെ നിന്ന് എടുത്തെറിയും. നമ്മുടെ ക്രിസ് ഗെയില് 115 മീറ്റർ 6 അടിക്കുന്ന പോലെ. അപ്പൊ പിന്നെ ആ ഡയറി എടുക്കുന്നവരെ സിനിമ കണ്ടിന്യൂ ചെയ്യല്ല. അല്ലാതെ കഥയും കാര്യങ്ങളൊന്നുമില്ല. അവൻ വീണ്ടും ഡയറി എടുത്ത് ഇങ്ങിടറിയും, പിന്നെ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് പോകും. അവൻ ഒരു ഡയറി എടുത്ത് ഇങ്ങിടറിയും, പിന്നെ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് പോകും. പിന്നെ കുറെ തീട്ട കോമഡിയും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. എന്തെങ്കിലും വേണ്ടേ? അത്യാവശ്യം ചിരിക്കാനുള്ള എന്തെങ്കിലും വേണ്ടേ? നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ് 15 to 20 മിനിറ്റ്സ് കാണുമ്പോൾ നല്ലൊരു പടാവെന്ന് വിചാരിച്ച്, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കൊണ്ടേ കല ഉടച്ചു പറയാം. അത്രയും ബോറ് പടം. ഇതുവരെ DDയുടെ പടത്തിലൊക്കെ ഇറങ്ങിയതിൽ ഏറ്റവും വേസ്റ്റ് പടം എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇപ്പൊ ഹൊറർ എല്ലാവർക്കും കൊടുക്കുക. ഇപ്പൊ നമ്മൾ ശുഭം പറഞ്ഞിട്ട് നമ്മൾ സമന്തയുടെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. പുതിയൊരു കൺസെപ്റ്റാണ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് വൻ വെറുപ്പിക്കലായിപ്പോയി. സോ 13-ാം തീയതി OTT റിലീസ് ചെയ്ത ഏറ്റവും വേസ്റ്റ് പടം സന്താനത്തിന്റെ ഈ സിനിമയാണെന്ന് പറയാനുള്ളൂ. സോ വേണ്ടവർ കണ്ടു നോക്കുക. മറ്റേ എല്ലാ ഭാഷയിലും മലയാളം വരെ അവൈലബിൾ ആണ് തോന്നുന്നു C5. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. സോ എനിക്ക് ബേസിക്കലി ഒട്ടും വാക്കാവാത്ത പടമാണ്. സോ ഒന്നുമില്ല, എന്തെങ്കിലും വേണ്ട ഈ സിനിമ. ഈ സിനിമയിൽ ആദ്യം മറ്റേ ഒരു തമിഴ് സിനിമ റിവ്യൂവറെ കാണിക്കുന്നുണ്ട്. സോ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അയാൾ ഈ സിനിമയെ പറ്റി നല്ലത് പറയുന്നതാണ്. ഇപ്പൊ അയാൾ വരെ ഈ സിനിമയെ പറ്റിയിട്ട് മോശം പറഞ്ഞിരിക്കുന്നത്. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു